ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇരുമ്പ് ചീനിച്ചട്ടി എങ്ങനെയാണ് മയപ്പെടുത്തി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി എടുക്കാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ ഇരുമ്പ് ചീനിച്ചട്ടിയൊക്കെ മയപ്പെടുത്തി എടുക്കാന്ന് പറഞ്ഞത് ഒരു 3-4 ദിവസത്തെ ഒരു പ്രോസസ്സായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു എക്സിബിഷന് പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ പറഞ്ഞു തന്ന മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഇതിനകത്ത് ഒരു പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ തൊട്ട് നോക്കി അറിയാൻ പറ്റും, കറുത്ത കളറൊരു പൊടിയുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ അപ്പടിയാവും. ഇത് കണ്ടോ. അപ്പോൾ ഇത് നിറച്ച് ഈ കഞ്ഞിവെള്ളം ഒഴിക്കണം. അപ്പോൾ ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇത് ഈ കഞ്ഞിവെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കളറൊക്കെ ആണെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി കഞ്ഞിവെള്ളം കൊട്ടിക്കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കുക. ഇത് ഡിഷ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതായത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിലിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഓയിലാണ് ഒഴിക്കണുള്ളൂ. ഇനി ഒരു 4-1 സവോളയുടെ ഒരു സവോള ഉള്ളിയോ എന്തെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കാം. 2 ഉള്ളി എങ്ങനെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ വഴറ്റുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വഴത്തോടെ ഈ സവോള ഇങ്ങനെ ചെന്ന് പിടിക്കണം. അതേ രീതിയിൽ വഴറ്റിയെടുക്കണം. കാൽ ഭാഗം സവോള പോലും എടുത്തിട്ടില്ല, ഒരു കുറച്ച് സവോള എടുത്തിട്ടുള്ളൂ. ഇനി ഈ സവോള ഉപയോഗിക്കരുത് കേട്ടോ. ഈ സവോള നമുക്ക് കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ച് സവോള എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ചീനച്ചട്ടിയൊക്കെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനി കളയണം. ഇത് കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകണം. അപ്പോൾ അതാ ഉള്ളി കളഞ്ഞു. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് സോപ്പിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് തുടച്ച് കളയാം. എന്നിട്ട് കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കാം. ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇതെല്ലായിടത്തും കൂടെ ഒന്ന് ആക്കി വച്ചാൽ മതി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി മയക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടി മയക്കി എടുക്കാൻ പറ്റും. മുൻകാലങ്ങളിലൊക്കെ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തെ പരിപാടിയായിരുന്നു ഇതിങ്ങനെ മയക്കിയെടുക്കലൊക്കെ. ഇതൊരു 10 മിനിറ്റിൻ്റെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുകയല്ലേ ഇത്. ഇതിപ്പോൾ ഞാനൊരു താളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.